ഹായ് ഫ്രണ്ട്സ്, VN വീഡിയോ എഡിറ്റർ ട്യൂട്ടോറിയലിൻ്റെ തേർഡ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് VN വീഡിയോ എഡിറ്ററിൽ എങ്ങനെ നമ്മുടെ വീഡിയോയുടെ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യാമെന്നും അതുപോലെ വീഡിയോസ് എങ്ങനെ ട്രിം ചെയ്ത് റീഅറേഞ്ച് ചെയ്യാമെന്നും അതേപോലെ നമ്മുടെ വീഡിയോസ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത പാർട്സ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതിന് നമുക്ക് VN വീഡിയോ എഡിറ്റർ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഈ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് വന്നു. ഇവിടെ നിന്ന് നമ്മുടെ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നേരെ ടൈം ലൈനിലേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ വീഡിയോ 16:9 ആസ്പെക്ട് റേഷ്യോയിലാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിൽ ഒറിജിനൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നിരവധി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. 9:16, 1:1, 16:9, 4:5 അങ്ങനെ നിരവധി റേഷ്യോസ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഫുൾ ലെങ്ത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് 16:9 റേഷ്യോയിലായിരിക്കും വരുന്നത്. നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന വീഡിയോ 16:9 റേഷ്യോ ആണ്. ഇവിടെ 9:16 കാണാം. യൂട്യൂബ് ഷോർട്സിനും അതേപോലെ ഇൻസ്റ്റാഗ്രാം റീൽസിനുമൊക്കെയാണ് 9:16 റേഷ്യോ ഉപയോഗിക്കുന്നത്. അതേപോലെ 1:1 റേഷ്യോ കാണാം. ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നത്. ഈ വീഡിയോ നമുക്ക് 9:16 റേഷ്യോയിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ടിക്ടോക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ 9:16 റേഷ്യോയിലേക്ക് മാറിയതായിട്ട് കാണാം. വേണ്ട, നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു റേഷ്യോയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേപോലെ 1:1 ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം 1:1 ഈ വീഡിയോ നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു റേഷ്യോയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോയുടെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് ചേഞ്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്ത വീഡിയോ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാമെന്ന് നോക്കാം. നമുക്ക് ഈ വീഡിയോ ഒന്ന് സൂം ചെയ്ത് 2 വിരൽ കൊണ്ട് ഇങ്ങനെ സൂം ഔട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കർസർ നമുക്ക് എവിടെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ ഒരു പൊസിഷനിൽ കൊണ്ടുവന്നതിന് ശേഷം എനിക്കിപ്പോൾ ഈ ഒരു ഇരുട്ടായിട്ടുള്ള ഭാഗം എനിക്ക് ട്രിം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈ സിസറിൽ പ്രസ് ചെയ്യുക. നമ്മുടെ വീഡിയോ 2 പാർട്ടായിട്ടുണ്ട്. റൈറ്റ് സൈഡിലൊരു പാർട്ട്, ലെഫ്റ്റ് സൈഡിലൊരു പാർട്ട്, 2 പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് ഈ ഒരു പോർഷൻ മുതൽ എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വീഡിയോ വേണ്ടാന്നുണ്ടെങ്കിൽ വീണ്ടും സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ വീണ്ടും 2 പാർട്ടായി. അപ്പോൾ 3 പാർട്ടായിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ എനിക്ക് ഈ നടുവിലത്തെ ഫാം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ആ ഒരു പാർട്ട് നമ്മൾ ഡിലീറ്റായി മാറും. ഇപ്പോൾ എനിക്ക് ആ ഒരു പാർട്ട് ആവശ്യമില്ല. ഇപ്പോൾ എനിക്ക് ആ ഭാഗം ഡിലീറ്റായി മാറി. ഇനി നമുക്കതിന് ആ ഒരു പാർട്ട് ഡിലീറ്റ് ചെയ്യേണ്ട, അതെനിക്ക് ലാസ്റ്റിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ റീഡൂവിൽ പ്രസ് ചെയ്ത് ഞാൻ ആ വീഡിയോ വീണ്ടും ടൈം ലൈനിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഞാൻ ലാസ്റ്റിലേക്ക് മൂവ് ചെയ്ത് ലാസ്റ്റിൽ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ആ ഒരു പാർട്ട് ലാസ്റ്റിലാണ് പ്ലേ ആവേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ ഞാൻ ലാസ്റ്റിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ഇനി ഞാൻ പ്ലേ ചെയ്ത് തന്നെ ആ കട്ട് ചെയ്ത പാർട്ട് എനിക്ക് ലാസ്റ്റിലായിരിക്കും പ്ലേ ആവുന്നത്. ഇങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോ ആവശ്യമില്ലാത്ത പാർട്സ് കട്ട് ചെയ്ത് മാറ്റാനും റീഅറേഞ്ച് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ എങ്ങനെ ട്രിം ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോസിൽ വന്നിട്ട് ഞാനൊരു വീഡിയോ ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി നമുക്ക് താഴെ രണ്ടാമതായിട്ട് നമുക്ക് ട്രിം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് ഈ വീഡിയോയുടെ ആദ്യത്തെ കുറച്ച് പാർട്ട് വേണ്ട, ഒരു 10 സെക്കൻഡ് മുതലാണ് എനിക്ക് പ്ലേ ആവേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫസ്റ്റിൽ നിന്ന് ട്രിം ചെയ്ത് 10 സെക്കൻഡ് വരെ കൊണ്ടുവന്നു. 10 സെക്കൻഡ്. ഇനി ഈ വീഡിയോ 10 സെക്കൻഡ് മുതലായിരിക്കും പ്ലേ ആവുന്നത്. അതേപോലെയൊക്കെ നമുക്ക് ലാസ്റ്റിലത്തെ 10 സെക്കൻഡ് വേണ്ട, 5 സെക്കൻഡ് വേണ്ട. 5 സെക്കൻഡ് വേണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രസ് ചെയ്ത് പിടിച്ച് ആ ലാസ്റ്റിലത്തെ 5 സെക്കൻഡ് നമുക്ക് ട്രിം ചെയ്ത് മാറ്റാം. ഇപ്പോൾ എനിക്ക് വീഡിയോ ആദ്യത്തെ 10 സെക്കൻഡും ലാസ്റ്റിലത്തെ 5 സെക്കൻഡും മാറി നമുക്ക് കറക്റ്റ് വീഡിയോ കിട്ടിയിട്ടുണ്ട്.
ഇതേപോലെ നമുക്ക് ട്രിം ചെയ്ത് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ VN വീഡിയോ എഡിറ്ററിൽ എങ്ങനെ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യാമെന്നും അതേപോലെ വീഡിയോ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്നും എങ്ങനെ ട്രിം ചെയ്ത് എഡിറ്റ് ചെയ്യാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.